നമസ്കാരം. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണം. കനത്ത മിസൈൽ ആക്രമണവുമായി ഇസ്രയേലും ഇറാനും. നിലമ്പൂരിൽ പ്രചാരണം അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോൾ പരമാവധി വോട്ടുറപ്പിക്കാൻ താരപ്രചാരകരെ ഇറക്കി മുന്നണികൾ. വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഉത്തരാഖണ്ഡിലെ ഗൗരികുണ്ടിൽ ഹെലികോപ്റ്റർ തകർന്ന് ഒരു കുഞ്ഞുൾപ്പെടെ 7 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ചാർധാം തീർത്ഥാടകരുമായി പോയ സ്വകാര്യ ഹെലികോപ്റ്റർ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച 32 പേരെ തിരിച്ചറിഞ്ഞു. 12 മൃതദേഹങ്ങൾ കൈമാറി. ഇന്ധനം കുറഞ്ഞതിനാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ബ്രിട്ടീഷ് യുദ്ധവിമാനം. കെനിയയിൽ ബസ് അപകടത്തിൽ മരണപ്പെട്ട 5 മലയാളികളുടെ മൃതദേഹങ്ങൾ കേരളത്തിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മന്ത്രി പി രാജീവ് അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. പലയിടത്തും മരങ്ങൾ കടപുഴകി. മണ്ണിടിച്ചിലിൽ കനത്ത നാശനഷ്ടം. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. തീരപ്രദേശങ്ങളിൽ രൂക്ഷമായ കടലാക്രമണം. ആരോപണ പ്രത്യാരോപണങ്ങളുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി നിലപാട് വ്യക്തമാക്കണമെന്ന് ആവർത്തിച്ച് CPM. മുഖ്യമന്ത്രിയാണ് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിയെ സ്വാഗതം ചെയ്തതെന്ന് UDF. ചരിത്രം വഞ്ചനയ്ക്കും വഞ്ചകർക്കും മാപ്പുകൊടുക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് റീൽ പാർട്ടിയെന്ന് BJP. പ്രിയങ്ക ഗാന്ധിയും യൂസഫ് പത്താനും ഇന്ന് മണ്ഡലത്തിൽ. വന്യജീവിയുടെ ആക്രമണം മൂലം നിരവധി പേർ കൊല്ലപ്പെടാനിടയായിട്ടുണ്ട്. എന്നാൽ പകുതിയും വനത്തിനുള്ളിൽ വെച്ചാണ് സംഭവിച്ചത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചു കളയരുത്. വനംവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തപ്പോൾ വനത്തിനുള്ളിൽ നടക്കുന്ന മരണങ്ങളെല്ലാം വനം വകുപ്പിന്റെ പേരിലാക്കുന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പീരുമേട്ടിലെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ വ്യക്തത വരും മുൻപ് വനം വകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചു. അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ കൊലപാതകയ്ക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമായിരുന്നുവെന്നും മന്ത്രി. ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടൽ രൂക്ഷം. ഇറാനിലെ ഗ്യാസ് ഫീൽഡും എണ്ണപ്പാടവും പ്രതിരോധ മന്ത്രാലയവും ആക്രമിച്ച് ഇസ്രയേൽ. തിരിച്ചടിച്ച് ഇറാൻ. ബാറ്റിയാമിൽ ജനവാസ കേന്ദ്രത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. അമേരിക്കയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ ഇതുവരെ കാണാത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് 7 മരണം. മരിച്ചവരിൽ 2 വയസ്സുള്ള കുഞ്ഞും ഉൾപ്പെടുന്നു. ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. പൈലറ്റ് ഉൾപ്പെടെ 7 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ചാർധാം തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടവർ. ഗൗരികുണ്ട് വനമേഖലയിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് സൂചന. NDRF, SDRF സംഘങ്ങൾ സ്ഥലത്തുണ്ട്. കഴിഞ്ഞയാഴ്ചയും ഈ പാതയിൽ അപകടമുണ്ടായിരുന്നു. അന്ന് വൻ ദുരന്തം ഒഴിവായത് റോഡിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതുകൊണ്ടായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യുദ്ധവിമാനം അടിയന്തരമായി ഇറക്കി. ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. ഇന്ധനം കുറവായതിനാലാണ് അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെട്ടത്. ഇന്നലെ രാത്രി 9:30-ക്കാണ് വിമാനം ഇറങ്ങിയത്. ഇന്ധനം നിറയ്ക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി വേണം. കേന്ദ്ര അനുമതി ലഭിച്ചാൽ ഇന്ധനം നിറയ്ക്കും. 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള യുദ്ധക്കപ്പലിൽ നിന്നാണ് പറന്നുയർന്നത്. പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം വിമാനം വിട്ടയക്കും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടി തുടരുന്നു. 32 യാത്രക്കാരെ തിരിച്ചറിഞ്ഞു. 12 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മലയാളി രഞ്ജിതയുടേത് അടക്കമുള്ളവരുടെ DNA ഫലങ്ങൾ വേഗത്തിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. രഞ്ജിതയുടെ സഹോദരൻ ഹൈദരാബാദിൽ തുടരുകയാണ്. അത്ഭുതകരമായി രക്ഷപ്പെട്ട രമേശ് ബിശ്വാസ് കുമാർ 2 ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടും. അതേസമയം മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിന് 230 പേരുടെ സംഘത്തെ നിയോഗിച്ചു. ഇവർ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് മൃതദേഹം കൈമാറും. മരിച്ച 11 വിദേശ പൗരന്മാരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടു വരികയാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. വിമാന ദുരന്തം എങ്ങനെയുണ്ടായി എന്നതടക്കം പരിശോധിക്കാൻ പ്രത്യേക സംഘങ്ങളുടെ അന്വേഷണവും പുരോഗമിക്കുന്നു. 3 മാസത്തിനകം അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കെനിയയിലുണ്ടായ ബസ് അപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് മന്ത്രി പി രാജീവ് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് മാറ്റി. ജൂൺ 9-നാണ് വിനോദസഞ്ചാരത്തിനായി പോയ 28 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത്.
മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, 1.5 വയസ്സുകാരി മകൾ റൂഹി മെഹ്റിൻ, മാവേലിക്കര ചെറുകോൽ സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, 7 വയസ്സുള്ള മകൾ ടൈറ റോഡ്രിഗസ് എന്നിവരാണ് കെനിയയിലെ ബസ് അപകടത്തിൽ മരിച്ചത്. ഖത്തർ എയർവേസിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ നോർക്ക റൂട്ട്സ് ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി പി രാജീവ് അന്തിമോപചാരം അർപ്പിച്ചു. വളരെ ദുഃഖകരമായ സംഭവമാണ്. ഒരു വിനോദത്തിന് പോയവർ പെട്ടെന്ന് മറ്റൊരു രാജ്യത്ത് വെച്ച് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം കണ്ടു, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, ആ വേദനയിൽ പങ്കുചേരുന്നു. അപ്പോൾ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ അവർക്ക് എമിഗ്രേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും അവിടെ എയർപോർട്ട് ചെയ്തു കൊടുത്തു, മറ്റ് സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റ് പൊതുദർശനം അവരവരുടെ വീടുകളിൽ വെച്ചിട്ടാണ്. 3 പേരെ പരിക്ക് പറ്റിയവരെ കണ്ടിരുന്നു. ഒരു അച്ഛനും മകനും മറ്റൊരു കുട്ടിയും 3 പേരെയും കണ്ടിരുന്നു. അവർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് അവർ പോകുന്നത്. അവർക്ക് ആവശ്യമായ ക്രമീകരണവും ഏർപ്പെടുത്തി. അപകടത്തിൽ പരിക്കേറ്റ റിയയുടെ ഭർത്താവ് ജോയൽ, മകൻ ജസ്നയുടെ ഭർത്താവ് ഹനീഫ്, ഗീത ഷോജിയുടെ ഭർത്താവ്, മകൻ എന്നിവരെയും നാട്ടിലെത്തിച്ചു. തോളിന് പരിക്കേറ്റ ജോയലിന് ശസ്ത്രക്രിയ നടത്തേണ്ടതിനാൽ പ്രത്യേക ആംബുലൻസിൽ പാലക്കാട്ടേക്ക് കൊണ്ടുപോയി. മാവേലിക്കര ചെറുകോൽ സ്വദേശിനി ഗീത ഷോജി ഐസക്കിന്റെ സംസ്കാരം കൊച്ചി മാർത്തോമ പള്ളിയിൽ ചൊവ്വാഴ്ച നടക്കും. കെനിയയിൽ നിന്ന് കൊണ്ടുവരുന്ന ഭൗതിക ശരീരങ്ങൾക്കും ഒപ്പമുള്ള ബന്ധുക്കൾക്കും ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് യെല്ലോ വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടതോടെ പ്രത്യേക ഇളവ് അനുവദിച്ചിരുന്നു. കെനിയയിൽ നിന്ന് ഖത്തറിലേക്ക് വിമാനം പുറപ്പെടുന്നതിന് ഏതാനും മണിക്കൂർ മുൻപ് മാത്രമാണ് യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണെന്ന് ട്രാവൽ ഏജൻസി അധികൃതർ വ്യക്തമാക്കിയത്. ജൂൺ 9-നാണ് വിനോദസഞ്ചാരത്തിനെത്തിയ 28 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത്. ഖത്തറിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു ഇവർ. നീറോബിൽ നിന്നും 150 കിലോമീറ്റർ അകലെയായിരുന്നു അപകടം. ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ 27 പേർക്ക് പരിക്കേറ്റു. അമൃത ന്യൂസ്, കൊച്ചി. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ മഴ ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. ബുധനാഴ്ച വരെ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ജനങ്ങളോട് ജാഗ്രത പുലർത്താനും നിർദ്ദേശമുണ്ട്. അതേസമയം ഇന്നലെ ഉച്ച മുതൽ തുടർച്ചയായി പെയ്ത മഴയിൽ കോഴിക്കോട് നഗരത്തിലെ പല റോഡുകളും വെള്ളത്തിലാണ്. ജില്ലയിൽ ക്വാറി പ്രവർത്തനത്തിനും ഖനനത്തിനും നിരോധനം ഏർപ്പെടുത്തി. ജില്ലകളിൽ വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴയിൽ നാശനഷ്ടങ്ങളും വർദ്ധിക്കുകയാണ്. കോട്ടയത്ത് മരം റോഡിലേക്ക് കടപുഴകി വീണു. കളമശ്ശേരിയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വീടുകളും സംരക്ഷണ ഭിത്തികളും തകർന്നു വീണു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. കൊട്ടാരക്കര ഇരണൂറിൽ വീട് ഭാഗികമായി തകർന്നു. പത്മകുമാരി അമ്മയുടെ വീടാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തകർന്നു വീണത്. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ജലാശയങ്ങളിലെ ജലനിരപ്പ് ഉയരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കൊല്ലം പള്ളിക്കലാറിന്റെ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോട്ടയം ചുങ്കത്ത് ശക്തമായ മഴയിൽ വലിയ വാഗമുരം റോഡിലേക്ക് കടപുഴകി വീണു. കോട്ടയം ചുങ്കം മെഡിക്കൽ കോളേജ് ബൈപ്പാസിൽ ചുങ്കം പാലത്തിന് സമീപം രാവിലെയായിരുന്നു സംഭവം. ഞായറാഴ്ചയായിരുന്നതിനാൽ രാവിലെ ഈ ഭാഗത്ത് തിരക്കില്ലാതിരുന്നതും വൻ അപകടം ഒഴിവായി. ഇതുവഴി കടന്നുപോയ ഒരു ഓട്ടോറിക്ഷ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് മരത്തിനടിയിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടത്. മരത്തിന്റെ ശിഖരങ്ങൾ പതിച്ച് സമീപത്തെ ഒരു വീടിന് കേടുപാടുകളും സംഭവിച്ചു. കോട്ടയം മേവെള്ളൂരിൽ മരം വീണ് കോഴിഫാമിൽ നാശനഷ്ടമുണ്ടായി. മേവെള്ളൂർ പമ്പ് ഹൗസിന് സമീപം മധുവിന്റെ ഉടമസ്ഥതയിലുള്ള കോഴിഫാമിന് മുകളിലേക്കാണ് തേക്കുമരം വീണത്. കോഴിഫാമിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു. 200-ലധികം കോഴിക്കുഞ്ഞുങ്ങൾക്കും ജീവഹാനി സംഭവിച്ചു. കൊച്ചി കളമശ്ശേരിയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്നു. VR തങ്കപ്പൻ റോഡിൽ 5ഓളം വീടുകളിൽ വെള്ളം കയറി. ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായത്. നിലവിൽ മഴയുടെ ശക്തി കുറഞ്ഞതുമൂലം വെള്ളം കുറേശ്ശെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് ആരെയും മാറ്റി താമസിപ്പിച്ചിട്ടില്ല. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. ഒളവണ്ണ ഒടുമ്പ്ര കള്ളിക്കുന്നിൽ കോയങ്ങോറത്ത് അഷ്റഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. 15 മീറ്ററോളം കരിങ്കൽക്കെട്ടാണ് ഇടിഞ്ഞു വീണത്. സംഭവത്തിൽ ആളപായമൊന്നുമില്ല. കാസർഗോഡ് നീലേശ്വരത്ത് രാവിലെയുണ്ടായ ശക്തമായ കാറ്റിൽ വൈദ്യുതി തൂണുകളും മരങ്ങളും റോഡിലേക്ക് പതിച്ചു. കോട്ടപ്പുറം അച്ചാന്തുരുത്തി പ്രദേശത്താണ് മരങ്ങൾ റോഡിലേക്ക് വീണത്. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ ചിറ്റാരിക്കൽ കാറ്റാം കവലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ആലപ്പുഴ നഗരത്തിൽ കാർ തോട്ടിലേക്ക് വീണ യുവാവ് മരിച്ചു. തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണിയാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം.
പാടശേഖരങ്ങളിലെ വെള്ളം പമ്പ് ചെയ്ത് നീക്കം ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടതോടെ കുട്ടനാട്ടിലെ പല വീടുകളിലും വെള്ളം കയറുന്ന സ്ഥിതിയാണ്. രണ്ടാം കൃഷിക്കായി വിത്തെത്താൻ വൈകിയതാണ് നിലമൊരുക്കാൻ കർഷകർക്ക് തടസ്സമായത്. ഇതോടെ നിരവധി കുടുംബങ്ങളാണ് വെള്ളപ്പൊക്ക ഭീഷണിയിലായത്. 3 മാസമെങ്കിലും പമ്പിംഗ് നടത്തിയാലേ പ്രദേശത്തെ വെള്ളപ്പൊക്കം നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കൂ. പല പാടശേഖരങ്ങളിലും വെള്ളമുയർന്ന് സമീപത്തുള്ള വീടുകൾ വെള്ളത്തിലായി. കർഷകർക്ക് വിത്തുകൾ വിതരണം ചെയ്യുന്നതിൽ കൃഷിവകുപ്പ് വരുത്തിയ അലംഭാവമാണ് രണ്ടാം കൃഷി വൈകാൻ കാരണമായത്. ഇതോടെ പ്രതിസന്ധിയിലാകുന്നത് കർഷകർക്കൊപ്പം കുട്ടനാട്ടിലെ ജനതയുമാണ്. മോട്ടോർ ഒന്നിന് 3 മാസത്തേക്ക് 1.5 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പമ്പിങ്ങിന് ആവശ്യമായ തുക കണ്ടെത്താൻ പാടശേഖര സമിതികൾക്ക് മാത്രം സാധ്യമല്ലെന്ന് കർഷകർ പറയുന്നു. പമ്പിങ് നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം കുട്ടനാട്ടിൽ മെയ് മാസം തന്നെ വെള്ളപ്പൊക്കം ആയി കഴിഞ്ഞു. ഇപ്പം പിന്നെ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഇതെല്ലാമാണ് വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സീസണാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ നിയന്ത്രിതമായ നിലയിൽ പമ്പിങ് നടത്തി അഥവാ കൃഷി ഇറക്കിയില്ലെങ്കിൽ പോലും അങ്ങനെ നിലനിർത്തുന്നുണ്ടെങ്കിൽ ആൾക്കാർ വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഈ പഞ്ചായത്തുകളിൽ രണ്ടാം കൃഷിയുള്ള എല്ലാ മേഖലയിലും അടിയന്തരമായിട്ടും പമ്പിങ് നടത്തി വെള്ളം ക്രോപ്പെടുത്ത് നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതം രക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കർഷകന് വന്നിരിക്കുന്ന രണ്ടാം കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിൽ നടത്തിയിരിക്കുന്ന നഷ്ടം അത് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കർഷകർക്ക് കൊടുക്കാനുള്ള പമ്പിങ് സബ്സിഡി അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. കാരണം 4 വർഷമായിട്ട് പമ്പിങ് സബ്സിഡി കൊടുത്തിട്ടില്ല. കോടിക്കണക്കിന് പമ്പിങ് സബ്സിഡി കൊടുക്കാൻ കിടക്കുകയാണ്. എങ്ങനെ പിന്നെ കർഷകർക്ക് അത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ നിലയിൽ കർഷകനും ജനങ്ങളും ഒക്കെ ദുരിതത്തിലാകുന്ന ഒരു കാര്യമാണ് ഈ പമ്പിങ് നടത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം. അതുകൊണ്ട് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ട് ആ നടപടി സ്വീകരിച്ച് ജനങ്ങളെ ഈ മേഖലയിൽ നിന്ന് രക്ഷിക്കണം. പാടശേഖരങ്ങളിൽ നിയന്ത്രിത പമ്പിംഗ് നടത്താൻ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം പാടശേഖര സമിതികൾക്ക് കത്ത് നൽകും. പമ്പിംഗ് നടത്തുന്ന പാടശേഖരങ്ങൾക്ക് ചെലവാകുന്ന തുക ചെലവ് കണക്ക് ഹാജരാക്കുന്ന മുറയ്ക്ക് അനുവദിക്കുകയാണ് പതിവ്. എന്നാൽ 2019 മുതൽ പമ്പിംഗ് നടത്തിയ വകയിൽ 30 ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നു. കുടിശ്ശിക ലഭ്യമാക്കാൻ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നതാണ് കർഷകരുടെ മറ്റൊരു ആക്ഷേപം. മഴ കനക്കുന്നതോടെ കൃഷി നടന്നില്ലെങ്കിലും അടിയന്തരമായി പമ്പിംഗ് നടത്തിയില്ലെങ്കിൽ വലിയ വെള്ളപ്പൊക്കത്തിനാകും കുട്ടനാട് സാക്ഷ്യം വഹിക്കേണ്ടി വരിക. അമൃത ന്യൂസ്, ആലപ്പുഴ. പീരുമേട്ടിലെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ വ്യക്തത വരും മുൻപ് വനം വകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചെന്ന് മന്ത്രി A.K. ശശീന്ദ്രൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരിക രേഖ. വനത്തിനുള്ളിൽ നടക്കുന്ന മരണങ്ങളെല്ലാം വനം വകുപ്പിന്റെ പേരിലാക്കുകയാണ്. അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ കൊലപാതകയ്ക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമായിരുന്നു. ഭർത്താവിനെതിരെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നും വനത്തിനുള്ളിൽ നടക്കുന്ന മരണങ്ങളും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നടത്തുന്ന ആക്രമണങ്ങളും രണ്ടായി കാണണമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ലക്ഷണങ്ങൾ കണ്ടപ്പോഴാണ് ഡോക്ടർമാർക്ക് സംശയമുണ്ടായത്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടം ഇത് കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്നത് അതിന് നിയമ നടപടികളുമായി ഇപ്പം മുമ്പോട്ടുകയാണ്. ഇതിൽ നിന്നും എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ 1 വർഷമായി വന്യജീവിയുടെ ആക്രമണം മൂലം നിരവധി പേർ കൊല്ലപ്പെടാനിടയായിട്ടുണ്ട്. എന്നാൽ പകുതിയും വനത്തിനുള്ളിൽ വെച്ചാണ് സംഭവിച്ചത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ച് കളയരുത്. വനംവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തപ്പോൾ അത് നമ്മൾ ഉടനെ തന്നെ മറ്റൊരു നിഗമനത്തിലെത്തിയാൽ നാളെ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് എന്നെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ ശക്തമായി തുടരുന്നു. ഇസ്രായേൽ നഗരങ്ങൾക്കുമേൽ ശക്തമായ മിസൈൽ വർഷമാണ് കഴിഞ്ഞ രാത്രി ഇറാൻ നടത്തിയത്. ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുണ്ട്. അറബ് രാഷ്ട്രങ്ങളടക്കം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. സുരക്ഷാ കൗൺസിൽ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. അതിനിടെ അമേരിക്കയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ ഇതുവരെ കാണാത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ നഗരങ്ങൾക്ക് മേൽ തീമഴ പെയ്യിക്കുകയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ 2 യുദ്ധവിമാനങ്ങൾ വീഴ്ത്തിയെന്ന അവകാശവാദത്തിനു പിന്നാലെ ഇപ്പോൾ 3ാമത്തെ ഇസ്രായേൽ യുദ്ധവിമാനവും വീഴ്ത്തിയെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന വിവിധ രാജ്യങ്ങളുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന്റെ യുദ്ധവിമാന നിർമ്മാണ കേന്ദ്രം ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. ഹൈഫ തുറമുഖ നഗരം ആക്രമിക്കാൻ കഴിഞ്ഞതായി
നടത്തിയതായും ഇറാൻ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ പ്രധാന എണ്ണ ഡിപ്പോയായ ഷെഹ്റാനിൽ ആക്രമണം നടത്തിയെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ആക്രമണത്തിന് കനത്ത തിരിച്ചടി എന്ന നിലപാടിലാണ് ഇരു രാജ്യങ്ങളും. സിറിയ, ഇറാൻ, ജോർദാൻ വ്യോമപാത അടച്ചതും ഇന്ത്യയെ ഉൾപ്പെടെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ നാവികസേനയുടെ പ്രധാന കേന്ദ്രമായ ബന്ദർ അബ്ബാസിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രതികരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡുകളിലൊന്നായ ബുഷഹർ പ്രവിശ്യയിലുള്ള പാർസ് റിഫൈനറിയും ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. PV അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചരിത്രം വഞ്ചനയ്ക്കും വഞ്ചകർക്കും മാപ്പു നൽകില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. LDF പോത്തുകൽ പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം UDFന് അങ്കലാപ്പുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ലീഗ് നേതൃത്വം അറിയാതെയല്ല കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടത് എന്നത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോഴത് പരസ്യമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എത്രമാത്രം ഗതികേടിലാണ് UDF എത്തുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി നിലപാട് വ്യക്തമാക്കണമെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കുറച്ച് വോട്ട് കിട്ടുന്നതിനു വേണ്ടി ഏത് വർഗീയ സംഘടനകളുമായും കൂട്ടുകൂടാമെന്ന നിലപാടിലാണ് UDF എന്നും ഗോവിന്ദൻ പറഞ്ഞു. പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ കശ്മീരിൽ മാത്രമാണ് പ്രതിഷേധിക്കാതിരുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്? ഇവിടെ ഒരു മണ്ഡലത്തിൽ കുറേ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും തുടർന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുന്ന ഒരു മുന്നണിയെ കേരളത്തിലെ UDF ശരിയായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുന്നതിന് വേണ്ടി അഖിലേന്ത്യാ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. ഇടതുപക്ഷം വർഗീയ പ്രചരണം നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയാണ് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിയെ സ്വാഗതം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. പെട്ടി പരിശോധനാ വിവാദത്തിലും VD സതീശൻ പ്രതികരിച്ചു. ആരുടെ വണ്ടി പരിശോധിക്കുന്നതിനോടും എതിർപ്പില്ല. എന്നാൽ UDF നേതാക്കളുടെ വണ്ടി മാത്രം തെരഞ്ഞുപിടിച്ച് പരിശോധിക്കുന്നതിനോടാണ് എതിർപ്പെന്നും VD സതീശൻ പറഞ്ഞു. തെരഞ്ഞുപിടിച്ച് UDF നേതാക്കന്മാരുടെ മാത്രം, കാരണം പാലക്കാട് പെട്ടി വിവാദം ഉണ്ടാക്കിയത് മന്ത്രി SP വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ 2 വനിതാ നേതാക്കന്മാരുടെ ഹോട്ടലിലെ മുറിയിൽ അർദ്ധരാത്രി റെയ്ഡ് നടത്തിയത്. അതിൻ്റെ പണി അവിടെ കിട്ടിയതാണ്. എന്നിട്ട് വീണ്ടും പണിയായിട്ട് ഇറങ്ങണ്ട, വീണ്ടും പെട്ടിയായിട്ട് ഇറങ്ങണ്ട. ഞങ്ങളുടെ മാത്രമായിട്ട് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും. നിലമ്പൂരിൽ മുഖ്യമന്ത്രി വർഗീയത പറയുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയമോ വികസനമോ പറയുന്നില്ല. പ്രിയങ്ക ഗാന്ധി എത്തിയതോടുകൂടി പ്രവർത്തകർക്ക് ഊർജ്ജം വന്നു. ആര്യാടൻ ഷൗക്കത്ത് മികച്ച വിജയം നേടുമെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. അതേസമയം പെട്ടി പരിശോധനാ വിവാദത്തിൽ പ്രതികരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല. കോൺഗ്രസ് റീൽ പാർട്ടി എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പൂവ് പിടിച്ച് റീൽസ് ഉണ്ടാക്കി യൂത്ത് പാർട്ടിയാണെന്ന് പറയുകയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്നത് മുന്നേയുള്ള നിലപാടാണ്. ഇതേ നിലപാട് ഉമ്മൻചാണ്ടിയും പറഞ്ഞിരുന്നു. ജമാഅത്തെ ഇസ്ലാമി വർഗീയത ഉപേക്ഷിച്ചു എന്ന് പറയേണ്ടത് VD സതീശനല്ല, അത് അവരാണ് പറയേണ്ടത്. വയനാട്ടിലെ വായ്പയുടെ വിഷയത്തിൽ ഉൾപ്പെടെ അർഹമായ സമയത്ത് കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. LDFും UDFും SDPIയും അൻവറും അവരും 4 ഇന്ത്യ അലയൻസ് ഒരു മുന്നണീൻ്റെ 4 ഭാഗമായിട്ടല്ല ജനങ്ങൾ കാണുന്നത്. അവരുടെ ഒരു ഐഡിയോളജിയോ അവരുടെ ഒരു കാഴ്ചപ്പാടിലോ ഒരു വ്യത്യാസമില്ലല്ലോ. LDFും പ്രീണരാഷ്ട്രം ചെയ്യുന്നു, PDPന് തലയിൽ കെട്ടി ഇറങ്ങുന്നു. UDFും ജമാഅത്തിൻ്റെ ഒപ്പം പ്രീണരാഷ്ട്രം ചെയ്യുന്നു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്കാണ്. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ സജീവമാണ്. മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും യൂസഫ് പത്താനും മണ്ഡലത്തിൽ വിവിധ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ആവേശം ചോർത്തി നിലമ്പൂരിൽ ശക്തമായ മഴയാണിപ്പോൾ. KK പ്രശാന്ത് ഉണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, നിലമ്പൂരിൽ ശക്തമായ മഴയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് പ്രചരണത്തിൻ്റെ ആവേശത്തിന് ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ടോ? ഒപ്പം കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ ഈ വർഗീയ വിഷയങ്ങളിലടക്കം പ്രത്യാരോപണങ്ങളുമാണ് ഇന്ന് നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ പെട്ടി പരിശോധന വിവാദത്തിലും നേതാക്കൾ മറുപടി നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രംഗം പുരോഗമിക്കുന്നത്?
മായ കോൺഗ്രസ് നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ബന്ധം സഹകരണം എല്ലാം തന്നെ ഇനി അത് ചർച്ച ചെയ്യേണ്ട ആ വിഷയം ആ ചർച്ചയിൽ നിന്ന് പിന്നോട്ട് പോകാമെന്ന് ധാരണയെത്തിയെങ്കിലും പക്ഷേ LDFും BJPയും അതിശക്തമായി കോൺഗ്രസിനെതിരെ ആ വിഷയം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് ആ വിഷയം സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ നിലനിർത്താൻ തന്നെയാണ് BJP അടക്കം തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയേക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രിയങ്ക ഗാന്ധി കൂടി പങ്കെടുക്കുന്ന പരിപാടികളുണ്ട്. ആ സമയത്ത് പ്രിയങ്ക ഗാന്ധി ഈ നിലപാട് തന്നെയാണ് ദേശീയ നേതൃത്വത്തിനുള്ളതെന്ന് കൃത്യമായി പറയണമെന്നുള്ളതാണ് BJPയും ഒപ്പം തന്നെ CPMും ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിലമ്പൂരിൽ ഇന്നലെ തുടങ്ങിയ മഴയാണ് അതിശക്തമായ മഴ തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. പലപ്പോഴും പ്രചാരണത്തെ ഇത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. രാവിലെ മുതൽ 10 മണിക്കുമൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്കൊന്നും തന്നെ സമയത്ത് പല സ്ഥലത്തും എത്താൻ പറ്റാത്ത സാഹചര്യം, ഒപ്പം തന്നെ വീടുകൾ കയറിയുള്ള സന്ദർശിച്ചുകൊണ്ടുള്ള പ്രചരണത്തിനടക്കം നേതൃത്വം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം അടക്കം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് റാലികൾ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തുകൊണ്ട് 2 റോഡ് ഷോയാണ്. ഒപ്പം തന്നെ അൻവറിന് വേണ്ടി യൂസഫ് പത്താനും രംഗത്തിറങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് 2ഇടത്ത് വീണ്ടും റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്, പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ 3 ദിവസത്തെ നിലമ്പൂരിലെ പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് സമാപനമാകും. പ്രിയങ്ക കൂടി വരുന്നതോടുകൂടി തന്നെ കുറച്ചുകൂടി ആവേശമുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകർക്കിടയിലും വനിതകൾക്കിടയിലും വലിയ സ്വാധീനം പ്രിയങ്കക്കുണ്ട്. അത് വയനാട് തെരഞ്ഞെടുപ്പിലടക്കം കണ്ടതാണ്. അത് വോട്ടായി മാറുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതേസമയം തന്നെ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് കോൺഗ്രസും LDFും എല്ലാം തന്നെ UDFും LDFും എല്ലാം തന്നെ പിന്നോട്ട് പോകുന്നുവെന്ന ആരോപണം BJP വളരെ കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയും ഒപ്പം തന്നെ മറ്റ് മേഖലകളിൽ അടിസ്ഥാനപരമായി സാധാരണ ജനങ്ങൾ നിൽക്കുന്ന നഗരങ്ങളിലും മറ്റും കേന്ദ്രീകരിച്ചാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. ഏതായാലും വാശിയേറിയ പോരാട്ടത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. ഇതുവരെ നിലമ്പൂർ കാണാത്തൊരു വാശിയേറിയ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷേ PV അൻവറും ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയും മറ്റ് പ്രധാനപ്പെട്ട SDPയുടെ അടക്കം സ്ഥാനാർത്ഥികളുണ്ട്. ഇവരൊക്കെ തന്നെ പിടിക്കുന്ന വോട്ടുകൾ പരസ്യപ്രചരണത്തിന് ഇനി 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ മുന്നണികളെല്ലാം തന്നെ വളരെ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ആവേശം ചോർത്തിക്കൊണ്ട് നിലമ്പൂരിൽ ഇപ്പോൾ ശക്തമായ മഴയാണ്. KK പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം പനച്ചുമൂട് യുവതിയെ കൊന്നു കുഴിച്ചിട്ടതായി സംശയം. വീടിനു സമീപം യുവതിയെ കുഴിച്ചിട്ടു എന്ന നിഗമനത്തിലാണ് പോലീസ്. പ്രിയംവദ എന്ന 48-കാരിയാണ് കൊല്ലപ്പെട്ടതെന്ന് കരുതുന്നു. ഇവരുടെ സുഹൃത്ത് വിനോദ് കസ്റ്റഡിയിലായിട്ടുണ്ട്. വിനോദിന്റെ വീടിനു സമീപം കുഴിച്ചിട്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. കൊലപാതകം പുറത്തറിയിച്ചത് വിനോദിന്റെ മക്കളാണ്. ആതിരയുണ്ട് വിവരങ്ങളുമായി. ആതിര, ഈ സംഭവം എങ്ങനെയാണ് പുറത്തറിയുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? മായ, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം ഈ വിനോദ് ഇത്തരത്തിൽ ഈ സ്ത്രീയെ കുഴിച്ചു മൂടിയതായി സമ്മതിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയെന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത്. വെള്ളറട പനച്ചുമൂടിൽ വീട്ടമ്മയെ 2 ദിവസമായി ഇവരെ കാണുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് ഈ വീട്ടിലെ അയൽവാസികൾ ദുരൂഹത ആരോപിക്കുകയും ഇത്തരത്തിൽ വീടിന്റെ പരിസരത്തൊക്കെ തന്നെ രക്തക്കറകൾ കണ്ടു എന്നൊരു സംശയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തുകയും അവിടെ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. ഇത്തരത്തിൽ ഈ സ്ത്രീയെ കുഴിച്ചിട്ടതായി സംശയമുണ്ടെന്നും ഈ വിനോദ് എന്ന് പറയുന്ന അയൽവാസിയാണ് വിനോദ്. ഈ വിനോദ് എന്ന് പറയുന്ന ഇയാളുടെ മക്കളാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്ന രീതിയിലുള്ള ഒരു സംശയം പോലീസിനോട് ഉന്നയിക്കുകയും ചെയ്തത്. അതേ തുടർന്നാണ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണ്. ഇതിനിടയിൽ വിനോദ് ഇത്തരത്തിൽ ഈ സ്ത്രീയെ പ്രിയംവദ എന്ന് പറയുന്ന 48-കാരിയെ കൊന്നു കുഴിച്ചുമൂടി എന്ന തരത്തിൽ ഒരു കുറ്റസമ്മതം നടത്തിയതായും ഉള്ള മൊഴി പുറത്തു വരുന്നുണ്ട്. ഈ പ്രിയംവദയുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് പോയതാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനെ തുടർന്ന് ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം. 2 പെൺമക്കൾ ഇവർക്കുണ്ട്. ഇവരെ അമ്മയെ കാണുന്നില്ല എന്ന് കാണിച്ച് വെള്ളറട പോലീസിൽ ഇവർ പരാതിയും നൽകിയിരുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഇവരുടെ വീടിന് മുന്നിൽ താമസിക്കുന്ന സരസ്വതി എന്ന് പറയുന്ന സ്ത്രീയാണ് പ്രിയംവദയെ കാണാതായതിൽ ദുരൂഹതയുണ്ടെന്നും വീടിന് സമീപത്ത് രക്തക്കറകൾ കണ്ടു എന്നും ഇവരുടെ മാവുവിള ചർച്ച് വികാരിയോട് പറയുന്നത്. തുടർന്നാണ് പോലീസ് എത്തി പരിശോധന നടത്തി പിന്നീട് ദുരൂഹത കണ്ടെത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വിനോദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. മായ, ശരി. തിരുവനന്തപുരം പനച്ചുമൂട് യുവതിയെ കൊന്നു കുഴിച്ചിട്ടതായ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതി കുറ്റം സമ്മതിച്ചു എന്നാണ് ആതിര റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഒപ്പം പ്രതിയുടെ ചോദ്യം ചെയ്യലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആതിരയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വ്യാജ ലഹരി മരുന്ന് കേസിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുടുക്കിയ ലിവിയ ജോസിനെ കേരളത്തിലെത്തിച്ചു. മുംബൈയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെ ലിവിയയെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ലിവിയയെ കേസിലെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ നിന്നെത്തിയ ലിവിയയെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കേസിലെ മുഖ്യപ്രതി നാരായണദാസ് നിലവിൽ റിമാൻഡിലാണ്.
കുടുംബവഴക്കിനെ തുടർന്ന് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയായ ലിവിയയാണ് ഷീലയെ വ്യാജലഹരി കേസിൽ കുടുക്കിയത്. 2023 ഫെബ്രുവരി 27-നാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് LSD സ്റ്റാമ്പുകളെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ എക്സൈസ് പിടിച്ചെടുത്തത്. തുടർന്ന് ഇവർ 72 ദിവസം ജയിലിലായിരുന്നു. എന്നാൽ രാസപരിശോധനയിൽ മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്തിയില്ല. ഷീലയെ പ്രതിസ്ഥാനത്തു നിന്ന് ഒഴിവാക്കി. തുടർന്ന് കേസ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. ഷീല സണ്ണിയും മരുമകൾ ലിവിയയുമായി കുടുംബത്തർക്കമുണ്ടായിരുന്നു. ബംഗളൂരുവിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയായിരുന്നു ലിവിയ. ഷീലയെ കൊടുക്കാൻ ലിവിയ തന്റെ സുഹൃത്തായ തൃപ്പൂണിത്തുറ ഇരൂർ നാരായണദാസിനെ ഉപയോഗിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. നിലവിൽ ലിവിയയെ DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ഉച്ചവാർത്ത അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.